ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 280. നമ്മൾ 59ാമത്തെ ഉപനിഷത്തായിട്ട് തൈത്തിരീയ ഉപനിഷത്താണ് നോക്കുന്നത്. അതിൽ ബ്രഹ്മാനന്ദവല്ലിയിലെ 7ാമത്തെ അനുഭാഗമാണ് ഇത്. ആ ബ്രഹ്മത്തെ പറ്റിയുള്ള പരാമർശം തന്നെയാണ്. അപ്പോൾ എന്താണ് പറയുന്നത് നോക്കാം. സൂക്ഷ്മ സ്ഥൂല രൂപത്തിൽ പ്രകടമാകുന്നതിന് മുമ്പ്, അതായത് ഈ പ്രപഞ്ചമായി അത് പ്രകടമാകുന്നതിന് മുമ്പ്, അപ്പം അതാണ് ഇതായിട്ട് പ്രകടമായത്, വേറൊന്നല്ല. ഉദാഹരണമായിട്ട് ഞാൻ ഒരു നാടകത്തിൽ ഏതെങ്കിലും ഒരു കഥാപാത്രമായിട്ട് രാമനായിട്ട് അഭിനയിക്കുകയാണെങ്കിൽ ഞാൻ തന്നെയാണ് ആ രാമനായിട്ട് പ്രകടമായിരിക്കുന്നത്, അല്ലാതെ വേറൊന്നല്ല. അതേപോലെ രൂപവും ഭാവവും ഇല്ലാത്ത ആ നിർഗുണമായ ബ്രഹ്മം, അതിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് ഋഷികൾ പറഞ്ഞു കഴിഞ്ഞു. ഈശ്വരൻ എന്ന് പറയുന്നത് അതിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല, മനസ്സിലായിട്ടില്ല. അവർ അതിനൊരു പേര് കൊടുത്തു, ബ്രഹ്മം എന്തോന്നുണ്ടായിരുന്നു അവിടെ, അതിൽ നിന്നാണ് ഈ പ്രപഞ്ചം, അത് തന്നെയാണ് പ്രപഞ്ചമായിട്ട് മാറിയിരിക്കുന്നത്. അപ്പം കാണുന്ന രൂപത്തിൽ, സത്തരൂപത്തിൽ, അത് സത്ത. അപ്പം മറ്റേത് എന്ത് പറയാ, അസത്ത് എന്ന് പറയാം. ഏത് കാണാനും. അപ്പം ചിലവരെ നമ്മളോട് ഒരു അസത്താണോ എന്നെല്ലാം പറയുന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവനെപ്പറ്റി ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിലുള്ളതാണ്. അസത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെ ഇന്ദ്രിയങ്ങൾ കൊണ്ടൊന്നും അതിനെ തിരിച്ചറിയാൻ പറ്റില്ല, അതാണ് അസത്ത്. അപ്പോൾ പ്രകടമാകുന്നതിന് മുമ്പ് അത് അസത്ത് അഥവാ അവ്യക്തമായ രൂപത്തിലായിരുന്നു. സത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് ബുദ്ധിയിൽ ഉപയോഗിച്ചെല്ലാം മനസ്സിലാക്കാൻ പറ്റുമോ എന്ന അർത്ഥത്തിൽ എടുത്താൽ മതി. അല്ലാതെ പ്രപഞ്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുഴുവൻ കണ്ണുകൊണ്ട് കാണാനൊന്നും പറ്റില്ല, ഊഹിച്ച് ബുദ്ധിയിലൂടെ മനസ്സിലാക്കാനേ പറ്റുള്ളൂ. അപ്പം ബുദ്ധിയിലൂടെയെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു രൂപയിലുള്ള സാധനത്തെ സത്ത എന്ന് പറയാം. അതിന് മുമ്പിൽ അത് അസത്തായിരുന്നു. അപ്പം ആ അസത്തായ സാധനമാണ് സത്തായ പ്രപഞ്ചരൂപം പ്രാപിച്ചത്. അത് തന്നെ വന്നതാണ്. അപ്പം അത് രണ്ടൊന്നുമല്ല, ഒന്ന് തന്നെയാണ്. അപ്പം ഞാൻ രാമന്റെ രൂപം അഭിനയിക്കുകയാണ്, യഥാർത്ഥത്തിൽ പ്രമോദാരാണ്, രാമനൊന്നുമല്ല. അവിടെ തൽക്കാലം വേഷം കിട്ടി വന്നതേ ഉള്ളൂ. അത് ഒരു മായാരൂപം, മാഞ്ഞു പോവും. യഥാർത്ഥത്തിൽ ഞാൻ പ്രമോദ് തന്നെയാണ്, കഥാപാത്രമല്ല. അതുപോലെ അതും യഥാർത്ഥത്തിൽ രൂപവും ഭാവമൊന്നും ഇല്ലാത്ത അസത്ത് രൂപമാണ്. പക്ഷെ അതാണ് അവ്യക്ത രൂപത്തിലായിരുന്നു അന്ന്. അതിൽ നിന്നാണ് നാമരൂപങ്ങളായ ജഡചേതനാരൂപമായ ജഗത്ത് എന്ന സത്ത് ഉണ്ടായിരിക്കുന്നത്. സത്ത്. അപ്പം ജഗത്താണ് സത്ത്. അപ്പം സത്തും അസത്തും. സത്ത് എന്ന് പറയുമ്പോൾ അതിൻ്റെ രൂപവും ഭാവവും എന്തെല്ലാം പ്രോപ്പർട്ടീസ് ഉണ്ട്. നമുക്ക് ഭാവനയിലെങ്കിലും അതിനെ മനസ്സിലാക്കാൻ പറ്റും. അതെല്ലാം സത്താണ്. ഒന്നും തിരിച്ചറിയാൻ ഈ സത്ത് അസത്ത് എന്ന വാക്ക് വന്നതിന് തന്നെ കാരണം ഈ ബ്രഹ്മത്തെ പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് അസത്ത് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അത് പ്രപഞ്ചവും ബ്രഹ്മം തന്നെയാണ്, സത്ത് തന്നെയാണ്. ആ അവ്യക്തമായ രൂപത്തിന് മാത്രമാണ് അസത്ത് എന്ന് പറയുന്നത്. അതായത് നമുക്കതിനെ വ്യാഖ്യാനിക്കാൻ പറ്റാത്ത അവസ്ഥ. അപ്പം ഈശ്വരനെ നമുക്ക് വ്യാഖ്യാനിക്കാനോ കാണാനോ കേൾക്കാനോ ഒന്നും പറ്റില്ല, അത് അസത്താണ്. പക്ഷെ അത് ഒരു ദിവസം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടു. അപ്പം അതാണ് സത്ത്, ജഗത്ത്. പരമാത്മാവ് സ്വയം തന്നെ സത്രൂപമായി ജഗച്ചേതന ജഡമായി മാറുകയായിരുന്നു. അത് സ്വയം മാറുകയായിരുന്നു പ്രപഞ്ചമായിട്ട്. നമ്മളത് ശരിക്ക് ബുദ്ധി ഉപയോഗിച്ച് മനസ്സിലാക്കണം. മനസ്സിലാക്കി കഴിഞ്ഞാൽ ആകെ
ഈ മനസ്സിലാക്കുക 1 മിനിറ്റൊന്നും വേണ്ട. നമ്മൾ ഈശ്വരനെ മനസ്സിലാക്കി കഴിഞ്ഞു. അതായത് എന്തോന്നുണ്ടായിരുന്നു, പക്ഷെ നമുക്കതിനെ വ്യാഖ്യാനിക്കാൻ പറ്റാതെ എന്തുകൊണ്ടാണ്? നമുക്ക് കാണേണ്ട ഒന്നിക്ക് കാണണം, കേൾക്കണം, മറ്റുള്ള യുക്തിവാദികൾ പറയുന്ന പോലെ സയൻസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. സയൻസിലൂടെ കാണുമോ, കേൾക്കുകയോ രുചിക്കുകയോ എന്തെങ്കിലും വേണം. അത് നമ്മളെ കഴിവുകേടാണ്. അപ്പം അല്ലാതെ ഒരു രൂപമില്ലാതെ ഒരു സാധനം ഉണ്ടായിരുന്നു ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം പ്രേമം എന്ന് പറയുന്നതിന് രൂപമുണ്ടാകും, ഇല്ല എന്ന് പറയാൻ പറ്റും. എന്താണ് പ്രേമം? ദേഷ്യം എന്താണ്? എന്തെല്ലോ മുഖഭാവം കൊണ്ട് അത് ആ മുഖഭാവം വരുമ്പോൾ അതിനൊരു നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അത് പക്ഷെ ദേഷ്യം എന്ന സാധനം എന്താണ്? അതെന്തോ നമ്മളെ തലയോട്ടിലുള്ള എന്തോ ഒരു സ്വഭാവവിശേഷമാണ്. പക്ഷെ അത് നമുക്ക് ഭാവനയിൽ കാണാൻ പറ്റും. പക്ഷെ ഈശ്വരൻ എന്നതിന് നമുക്ക് ഭാവനയിലും കാണാൻ പറ്റില്ല. കാരണം അതിന് രൂപവും ഭാവവും ഒന്നുമില്ല. പക്ഷെ എന്തോന്നുണ്ടായിരുന്നു, ആ രൂപത്തിൽ തന്നെ മനസ്സിലാക്കുകയും ചെയ്യാം. അത് സ്വയം പ്രകടമായി വന്നു നമ്മളെ. അപ്പം ജഗത്തായിട്ട് പ്രകടമായി വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഗത്തിൻ്റെ ഭാഗമാണ്, ജഗത്തിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് ഞാൻ. ജഗത്ത് എന്ന് പറയുമ്പോൾ എന്നെ ഒഴിവാക്കിക്കൊണ്ട് ജഗത്താക്കാൻ പറ്റും. ഞാൻ കുറഞ്ഞു പോയ ജഗത്തിൽ അത്രയും കുറഞ്ഞില്ലേ? അപ്പം എന്നെ ഒഴിവാക്കാനൊന്നും പറ്റില്ല, ആരും ഒഴിവാക്കാൻ പറ്റില്ല. ജഗത്ത് എന്ന് പറഞ്ഞാൽ അതെല്ലാം കൂടിയതാണ്. അപ്പം ബ്രഹ്മം ഞാൻ തന്നെയാണ്. ആ വന്നിരിക്കുന്നതിൻ്റെ ഒരു അംശമാണ് ഞാൻ. വേറൊരംശം വേറൊന്നായിട്ട് മാറി, അങ്ങനെ എല്ലായിട്ട് വന്നിട്ട് എല്ലാം കൂടിയിട്ട് ജഗത്തായി. അതുകൊണ്ടാണ് വിരാട രൂപമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. മനസ്സിലാക്കാൻ വലിയ പാട്ടൊന്നുമില്ല. ഇനിയിങ്ങനെ ആത്മീയ പ്രഭാഷണം കേൾക്കാൻ അവിടെ പോയാൽ ഇതൊന്നും പറയാനും പോകുന്നില്ല. എന്തെല്ലോ പറഞ്ഞു കൂട്ടും നാട്ടുകാര്യങ്ങളെല്ലാം. പണ്ട് നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ എത്ര പാട് വെച്ചിട്ട് ഇപ്പം നമ്മളെ മക്കൾ ഇങ്ങനെയെല്ലാം എന്തൊക്കെ അടിച്ചു വിടുക. ഇതിനെപ്പറ്റി മനസ്സിലാക്കാൻ പറ്റുന്നത് സത്വസത്വം പോലും മനസ്സിലാവില്ല. സത്വസത്വം മനസ്സിലാക്കിയാൽ തന്നെ വേദത്തിൻ്റെ അടിസ്ഥാനം, ഉപനിഷത്തിൻ്റെ ഏകദേശ സംഗതി പിടികിട്ടി. അപ്പോൾ അത് സ്വയം സത്വരൂപമായ അസത്വരൂപത്തിൽ നിന്ന് സത്വരൂപത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന രൂപത്തിൽ ജഗത്തായിട്ട് മാറുകയാണല്ലോ. അതിനാൽ അതിൻ്റെ നാമം സുകൃതം എന്നായിത്തീരുന്നു. സുകൃതം എന്ന് പറയുന്നത് തന്നെത്താൻ ഉണ്ടായത്. അത് തന്നെത്താൻ ഉണ്ടായതാണ് സുകൃതം. അതായത് സ്വയം അതായിട്ട് ഞാനായിട്ട് മാറിയാണ്. ഞാനിപ്പോൾ ഒരു ശാന്തനായ വ്യക്തിയാണ്. ഞാൻ വേണ്ടിക്ക് സ്വയം എന്തായിത്തീരാൻ ഒരു ഭീകര രൂപയായിട്ട് ഞാൻ വേണ്ടിക്ക് എനിക്ക് സ്വയം മാറാം. ഞാനിപ്പോൾ ശാന്തമായിട്ട് ആരെന്ത് പറഞ്ഞാൽ അവിടെ ഇരുന്ന് പറയട്ടെ എന്ന് പറഞ്ഞു. വേണമെങ്കിൽ എനിക്ക് പറയുന്നവൻ്റെ എല്ലാം മേക്കെട്ട് കീഴിയിട്ട് കണ്ടവനെല്ലാം അടിക്കൊടുത്ത് ഒരുമാതിരി വലിയ റൗഡി തമ്മാടി എല്ലായിട്ടാണ് എനിക്ക് വേണമെങ്കിൽ മാറാം. അപ്പം ഞാൻ തന്നെയാണ് മാറിയിരിക്കുന്നത്, വേറെ ഒന്നൊന്നുമല്ല. ഇതേപോലെ തന്നെ ബ്രഹ്മം കാണപ്പെടാതെ ആ ബ്രഹ്മം എന്നാ ഒന്ന് പ്രത്യേകം കണ്ടോട്ടെ എന്ന് വെച്ചിട്ടുള്ള ഒരു രൂപത്തിലേക്ക് വന്നു എല്ലാമായിട്ട്. അപ്പം അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഞാൻ. അതാണ് നമ്മളെല്ലാം ബ്രഹ്മമാണെന്ന് പറയുന്നത്. ഈ വന്നതെല്ലാം ബ്രഹ്മമാണ്. അതുകൊണ്ട് അതിൻ്റെ ആ ബ്രഹ്മത്തിൻ്റെ ഒരു പ്രപഞ്ചത്തിൻ്റെ ഒരു ചെറിയ അംശമാണ് എൻ്റെ ഈ കയ്യും. ഇത് തമ്മിലല്ലേ എല്ലാ മനുഷ്യരും. അവർ തമ്മിൽ തൊട്ടാൽ എന്തായി പോകുന്നില്ല, അശുദ്ധിയൊന്നും ഉണ്ടാകുന്നില്ല. തൊട്ടുകൂടാത്തവൻ, തീണ്ടിക്കൂട്ടാത്തവൻ, ഇതെല്ലാം ബ്രാഹ്മണ, ക്ഷത്രിയ, ഹിന്ദു, മുസ്ലിം, ഇതെല്ലാം സനാതന ധർമ്മത്തിൻ്റെ ആശയമല്ല. അത് സ്മൃതികൾ മനുഷ്യർ പിന്നീടുണ്ടാക്കിയതാണ്. മറ്റുള്ളവരുടെ മതങ്ങൾ കണ്ടിട്ട് ഇവിടെയും ഒന്നുണ്ടാക്കിയതാണ്. മറ്റുള്ളവരെ കണ്ടുണ്ടാക്കിയതാണ്. ആ രൂപത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ, നീ, മറ്റേത്, ഇത്. വേദമതല്ല, വേദത്തെ കണ്ടുണ്ടാക്കിയല്ല. വേദത്തിലെ കുറെ പദങ്ങൾ എടുത്തുകൊണ്ട് സനാതനം നല്ല പേരും കൊടുത്തിട്ട്
മറ്റുള്ളവരെ നോക്കിയിട്ട് അതേപോലെ ഇവിടെ ഉണ്ടാക്കി വെച്ചതാണ് മതങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ നീ എന്നുള്ള ചിന്താഗതിയെല്ലാം മറ്റുള്ള മതങ്ങളുടെ സംഭാവനയാണ്. അതുപോലെ ഇവിടെ ഒരു മതം ഉണ്ടായിട്ടുണ്ട് വേദത്തിൻ്റെ പേരിൽ. അതെല്ലാം ശ്രുതികളാണ്, ശ്രുതികളല്ല. വേദം എല്ലാം ബ്രഹ്മം തന്നെ. ആ സയൻസിലൂടെ മനസ്സിലാക്കുമ്പോൾ എല്ലാം ബ്രഹ്മം തന്നെയാണ്. പക്ഷെ നമുക്ക് രണ്ടായിട്ടേ പോകാൻ പറ്റുമോ? ഇപ്പം നമ്മളെ പാളിച്ച നമുക്ക് ഞാനെന്നൊരു ചിന്ത ഉണ്ടാക്കി ഇരിക്കുന്നിടത്തോളം കാലം നമുക്ക് എല്ലാവരെയും അംഗീകരിച്ച് പോകാൻ പറ്റില്ല. പലതായി കണ്ട് കാട്ടിക്കൂട്ടും. പക്ഷെ അതിന് ബ്രഹ്മവും ഈശ്വരനുമായി ആത്മീയതയുമായി വേദം പറയുന്ന ആത്മാവുമായി ഒരു ബന്ധവുമില്ല. അതേസമയം തന്നെ ആ സുഹൃതനാമമുള്ള പരമാത്മാവ് വാസ്തവത്തിൽ രസസ്വരൂപൻ, അതായത് ആനന്ദമയൻ ആകുന്നു. അതിൻ്റെ സ്വഭാവം എന്നത് ആനന്ദമയമാണ്. ആനന്ദം നമുക്ക് എപ്പോഴാണ് കിട്ടുക? നമ്മളെ മനസ്സ് ശാന്തമാകുമ്പോഴാണ്. നമ്മളെ മനസ്സ് ഒന്നുമില്ലാതെ തുറന്ന ഒരു പ്ലേറ്റ് മാതിരി ഇരിക്കുമ്പോഴാണ് ആനന്ദം കിട്ടുന്നത്. സാഗരം ഇങ്ങനെ അനങ്ങാതെ കിടക്കുമ്പോഴാണ് ശാന്തം എന്ന് പറയുന്നത്. അല്ലാതപ്പോൾ അതിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും. ചലിക്കുമ്പോൾ പല പ്രേരണകളും നമ്മളെ മനസ്സിൽ ഇങ്ങനെ വന്നിട്ട് ചലിക്കുകയാണ്. അതിന് ശാന്തി ലഭിക്കില്ല. അപ്പം ആനന്ദം എന്ന് പറയുന്നത് നമ്മൾ ഗാഠനിദ്രയിലുള്ള അവസ്ഥയാണ്. അതേ ഒരവസ്ഥയുള്ളത് ഒറ്റയൊന്നേ ഉള്ളൂ, ബ്രഹ്മം മാത്രം. ബ്രഹ്മത്തിന് വികാരവിചാരങ്ങളില്ല, ഒരു ചിന്തകളുമില്ല, ഒരു സ്വഭാവവുമില്ല, ഒരു ഗുണവുമില്ല, ഒരു രൂപവുമില്ല, ഒരവയവവും കൊണ്ട് കാണാനും പറ്റില്ല. ആ അവസ്ഥക്കാണ് ശാന്തമായ സീറോ. അതാണ് ആനന്ദമയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ നിന്ന് മാറുമ്പോൾ നമ്മളെ മനസ്സ് ഫ്ലക്ച്വേഷനാണ്. അതിൽ പ്രശ്നങ്ങൾ, ഭയമാണ് പ്രധാനം. ഭയമുണ്ടാകും, ദുഃഖങ്ങളുണ്ടാകും, ചിലപ്പോൾ എന്തോ സുഖം വരും, ഇങ്ങനെ ആയിരിക്കും. ഇപ്പം ബ്രഹ്മത്തിൻ്റെ സ്വരൂപം ആനന്ദമയമാണ്. അപ്പം നമ്മൾ ആത്മീയതയിലൂടെ ബ്രഹ്മസാക്ഷാത്കാരം നേടിക്കഴിഞ്ഞാൽ നമ്മൾ ആനന്ദം അനുഭവിക്കും. അപ്പം ആനന്ദം എന്നത് മനസ്സ് ശാന്തമായി നിൽക്കുന്ന അവസ്ഥയാണ്. ബ്രഹ്മത്തെ പോലെ. ബ്രഹ്മം ആനന്ദമയനാണ്. അതിന് രൂപവും ഭാവവും ഇല്ല. ഈശ്വരന് ഒരാഗ്രഹങ്ങളും വിചാരങ്ങളും ഒന്നും തന്നെയില്ല. അതങ്ങനെ നിൽക്കുകയാണ്. ആ ഈശ്വരനെ നമ്മളൊന്നും ചെയ്തിട്ടും അത് ശ്രദ്ധിക്കാൻ പോലും പോകുന്നില്ല. നമ്മൾ ഈ വഴിപാട് അതെല്ലാം ആർക്കെല്ലാമാണ് കൊടുക്കുന്നത്, അല്ല ഈശ്വരനല്ല. പക്ഷേ എല്ലാം ഈശ്വരനായതുകൊണ്ട് അതിന് കൊടുത്തു കഴിഞ്ഞാൽ ഈശ്വരന് കൊടുക്കുന്നതിന് സമാനമാണ്. പക്ഷേ ആ ഈശ്വരൻ എന്ന് പറയുന്നത് നിർഗുണമാണ്, ഒന്നിലും തലയിടാൻ പോകുന്നില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താലും ഒന്നും നടക്കാൻ പോകുന്നില്ല. പിന്നെയോ ആ നിസീമമായ ആനന്ദമാണ് അത്. അതിനതിരില്ല. ആ ആനന്ദത്തിന് അതിരില്ലാത്തതാണ്. അതിനതിരില്ല. അവിടെ നമ്മുടെ ആ അവസ്ഥക്കും അതിരില്ല. കാരണം ജനനമരണ ചക്രത്തിൽപ്പെട്ട് ദുഃഖിക്കുന്ന മനുഷ്യന് ബ്രഹ്മപ്രാപ്തിക്ക് ശേഷം മാത്രം ആനന്ദം അനുഭവിക്കുന്നു. അപ്പോൾ നമ്മളെല്ലാം ജനന മരണ ചക്രത്തിൽ അകപ്പെട്ട് കഴിയുകയാണ്. നമ്മളെല്ലാ ശക്തി ഓരോ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ജനിപ്പിച്ച് കർമ്മം ചെയ്യിപ്പിക്കുന്നു. ആവശ്യം കഴിയുമ്പോൾ മരിക്കുന്നു. പിന്നെ വേറൊരു കർമ്മം ചെയ്യുമ്പോൾ അന്നേരം ജനിപ്പിക്കുന്നു. അങ്ങനെ ആ ഉള്ളിൽ കിടന്ന് അതാണ് ഇതത്രയും ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്കെപ്പോഴും ദുഃഖമാണെന്ന് അത് തന്നെ പറയുകയാണ് വേദങ്ങളിലൂടെ. അപ്പം അതിൽ നിന്ന് മോക്ഷം കിട്ടണ്ടെങ്കിൽ നമ്മൾ ആ ബ്രഹ്മത്തിൽ തന്നെ പോയി, ബ്രഹ്മം തന്നെയാണെന്ന് നമ്മളായി വന്നിരിക്കുന്നത്. നമ്മളപ്പം തിരിച്ച് ബ്രഹ്മം തന്നെയാകണം. അതാണ് ബ്രഹ്മസാക്ഷാത്കാരം. അതെപ്പോഴേ സാധിക്കുകയുള്ളൂ? നമ്മളെ കർമ്മം തീരുമ്പോഴേ സാധിക്കുകയുള്ളൂ.
അതുകൊണ്ട് ജനന മരണത്തിൽ നിന്ന് മാറണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് ബ്രഹ്മം തന്നെയാകണം. അത് നമ്മളായി വന്നിരിക്കുകയാണ്, പ്രപഞ്ചമായി വന്നിരിക്കുകയാണ്. നമ്മൾ തിരിച്ച് അങ്ങോട്ട് തന്നെ പോയി കഴിഞ്ഞാൽ ആ അവസ്ഥയാകും. ആ അവസ്ഥ എന്ന് പറഞ്ഞാൽ പരമാനന്ദമായ അവസ്ഥ. അതുവരെ, അതായത് പരമാത്മാവായിട്ട് ചേരുന്നത് വരെ, അതുവരെയുള്ള അവസ്ഥയിൽ നമുക്കെന്തില്ല? പൂർണ്ണ ആനന്ദം ഒരിക്കലും ലഭിക്കാൻ പോകുന്നില്ല. ബ്രഹ്മസാക്ഷാത്കാരത്തിൽ പൂർണ്ണാനന്ദം. അതുവരെ, അതായത് ജനന മരണ ചക്രത്തിൽ പെട്ട് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം വരെ നമുക്ക് പരമാനന്ദം ലഭിക്കില്ല, നിത്യമായ ആനന്ദവും ലഭിക്കില്ല, അഖണ്ഡ ആനന്ദവും ലഭിക്കില്ല, ആനന്ദവും ലഭിക്കില്ല. അറ്റമില്ലാതെ ഒരാനന്ദവും ഒരിക്കലും ഒരു തരത്തിലുള്ള ആനന്ദവും നമുക്ക് ലഭിക്കാൻ ഒരു വഴിയുമില്ല എന്ന് പറയുകയാണ്. ഒരു തരത്തിലുള്ള ആനന്ദവും നമുക്ക് കിട്ടാൻ പോകുന്നില്ല ബ്രഹ്മസാക്ഷാത്കാരത്തിന് മുമ്പ്. ഇപ്രകാരം ആകാശം പോലെ ആനന്ദപരമാത്മാവായി മാറുന്നില്ലെങ്കിൽ, ആനന്ദം പരമാത്മാവായിട്ട് ആകാശം പോലെ, ആകാശം എന്ന് പറഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ അവിടെ എന്തോ ഉണ്ടെന്ന് തോന്നും, യഥാർത്ഥത്തിൽ അവിടെ ഒന്നും ഇല്ല, ഒരു തോന്നൽ. അതുപോലെ തന്നെ ആനന്ദ പരമാത്മാവായ ബ്രഹ്മം ആയി തീരുന്നത് വരെ നമുക്കെന്ത് കിട്ടില്ല? ജീവിത സാഫല്യം നേടില്ല. നമ്മളെ ജീവിത സാഫല്യം എന്നത് ഉദ്ദേശിക്കുന്നത് അതാണ്. നമുക്ക് നല്ലൊരു ആ പരമാത്മാവിനെ പോലെയുള്ള ആനന്ദ അവസ്ഥ മനസ്സിന് കിട്ടണം. അതാണ് നല്ല അവസ്ഥ. പക്ഷേ ആ അവസ്ഥ നമുക്കൊരിക്കലും കിട്ടാൻ പോകുന്നില്ല ജനന മരണ ചക്രത്തിൽ കിടന്ന് കളിക്കുന്ന കാലത്തോളം. കാരണം അതിനെ കൂടാതെ ജീവിക്കാൻ പോലും സാധിക്കില്ല. അതേസമയം ഒരു കാര്യമുണ്ട്, നമ്മളെ മുഴുവൻ മുന്നോട്ട് ഇനി അതിനെ അങ്ങ് തിരസ്കരിച്ച് പോകാമെന്ന് വെച്ചാലോ, നമുക്ക് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, നമ്മൾ ജീവാത്മാവ് തീരുമാനിക്കുകയാണ്, പരമാത്മാവിൻ്റെ ആവശ്യമൊന്നും എനിക്കില്ല, ഞാനങ്ങനെ അങ്ങ് പോയിക്കോളുന്നു എന്ന് തീരുമാനിക്കുകയാണെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? അതിനെ കൂടാതെ ജീവിക്കാൻ പോലും സാധ്യമല്ല. അതൊരു സത്യമാണ്. അതാണ് നമ്മളെ നയിച്ചു കൊണ്ടുപോകുന്നത്. അതിനെ കൂടാതെ നമുക്ക് ജീവിക്കാൻ പോലും പറ്റില്ല. നിന്റെ സഹായമൊന്നും എനിക്ക് വേണ്ട, ഞാൻ ജീവിച്ചോളാം എന്ന് വെക്കുകയാണെങ്കിലും അതിനെ കൂടാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന സത്യം മനസ്സിലാക്കണം. അതില്ലെങ്കിൽ ചലിക്കാനും പറ്റില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ യുക്തിവാദികൾ വിചാരിക്കുന്നത് നിന്റെ സഹായമൊന്നുമില്ല, നിന്റെ ആവശ്യമൊന്നും എനിക്കില്ല, ഈശ്വരൻ്റെ ആവശ്യമൊന്നും എനിക്കില്ല, ഞാനങ്ങൾ ജീവിക്കാമെന്ന് വെച്ചാൽ എനിക്ക് ജീവിക്കാൻ പോലും പറ്റില്ല അതിൻ്റെ സഹായമില്ലാതെ. നമ്മളെന്തെങ്കിലും യുക്തിവാദം പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ പിന്നിലും ആ ശക്തി തന്നെയാണ്, നീ ഇത് പ്രവർത്തിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട്. കാരണം അത് തന്നെയാണ് യുക്തിവാദിയായിരിക്കും വന്നിരിക്കുന്നത്. അത് തന്നെയാണ്. കാരണം എങ്ങനെയാണ് വന്നിരിക്കുന്നത്? ദ്വയമായിട്ട്. എല്ലാത്തിനും ദ്വയമുണ്ട്. പാപമുണ്ടെങ്കിൽ പുണ്യമുണ്ട്, വിശ്വാസം ഉണ്ടെങ്കിൽ അവിശ്വാസിയുണ്ട്. വിശ്വാസിയായിട്ട് വന്നതും അതാണ്, യുക്തിവാദിയായിട്ട് വന്നതും അതാണ്. എന്തിനാ യുക്തിവാദിനെ സൃഷ്ടിച്ചിരിക്കുന്നത്? യുക്തിവാദി ഇങ്ങനെ ഈശ്വരൻ ഇല്ല എന്ന് പറഞ്ഞു നടക്കും. അപ്പൊ ഇവർ ഈ പറയുന്ന കേട്ടിട്ട് ചിലവരെങ്കിലും എന്നാ ഉണ്ടോ എന്ന് വെച്ചിട്ട് ചിന്തിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയല്ലേ ഇവർ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇവരെന്താണ്? ചിന്തിക്കാനുള്ള ഒരു അവസരം. അതിൻ്റെ പേരിൽ പലവരും തമ്മിത്തല്ലും, അത് അവർ തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കണം. പക്ഷേ ചിന്തിക്കുന്നവരാലോചിക്കും, എന്തോ ഈ യുക്തിവാദികൾ പറഞ്ഞു ഈശ്വരനില്ലേ, അപ്പോൾ എന്താ ഈശ്വരൻ ഇല്ല എന്ന് പറയുന്ന ഈ സാധനം എന്താണ്? അവർ ചിന്തിച്ചിട്ട് അവർ സംഗതി മനസ്സിലാക്കും. അതിനാണ് ഇവരെ വെച്ചിരിക്കുന്നത്. സൂര്യഭൂമിയെ ചുറ്റുന്ന ഒരു കൂട്ടർ പറഞ്ഞുകൊണ്ട് നിന്നപ്പോഴാണ് വേർത്തന് തോന്നിയത്, അതെന്താ അങ്ങനെ തന്നെ നിർബന്ധം എന്താണ്, ഇനിയിപ്പോൾ ഭൂമി സൂര്യനെയും ചുറ്റിയാൽ പോരെ. എന്തുകൊണ്ടാണ്? ഈ പറയുന്നത് കേട്ടിട്ടാണ്. സൂര്യഭൂമിയെ ചുറ്റുന്നു അങ്ങനെ പറഞ്ഞു ഒരുത്തർ തോന്നി, ഇതെന്തെന്നാ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എന്നാൽ പിന്നെ തിരിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കിയാലോ, ഭൂമി ചുറ്റിയാലും ഇത് സംഭവിക്കില്ല. അങ്ങനെയല്ലേ സത്യത്തിൽ എത്തിയത്. അപ്പൊ യുക്തിവാദികൾ ഈ ആവശ്യത്തിന് വേണ്ടിയിട്ട് സൃഷ്ടിച്ചിരിക്കുകയാണ്. അവരിങ്ങനെ നിഷേധിച്ചടക്കും, അതിനെ എതിർത്ത്
വിശ്വാസികൾ തമ്മിൽ രണ്ടു കൂട്ടർക്കും ഒരു ചുക്കും അറിയില്ല. പക്ഷെ ചിന്തിക്കുന്നവൻ ചിന്തിക്കും. യുക്തിവാദികൾ പറയേ അതിൻ്റെ മുമ്പിലൊന്നും അറിയണ്ട, പ്രപഞ്ചം ഇപ്പം ആറ്റത്തെ പറ്റി അറിയെങ്കിൽ ആറ്റത്തെ പറ്റി അറിഞ്ഞപ്പോൾ മതി, അതിൻ്റെ അപ്പുറം അറിയണ്ട. അതിൻ്റെ അപ്പുറം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അപ്പുറം എന്താണ് നീന്തിക്കുക, അതിൻ്റെ അപ്പുറം എന്താണ് നീന്തിക്കുക. ഈ പറയുന്ന കേൾക്കുമ്പോഴാണ്, ഈ തർക്കം കാണുമ്പോഴാണ് ചിലവർക്ക് ചിന്തിക്കാനുള്ള അവസരം വരുന്നത്. ഒരു സംവാദത്തിലൂടെയാണ് സത്യം തെളിഞ്ഞു വരുന്നത്. കോടതിയിലും വാദി ഒന്ന് നല്ലതെന്ന് പറയും, മറ്റേത് എതിർത്തും പറയും. ഈ സംവാദത്തിലൂടെയാണ് സത്യം കണ്ടെത്താൻ പറ്റുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഇവരെ സൃഷ്ടിച്ചിരിക്കുന്നത്. യുക്തിവാദികളെ വിശ്വാസികളെയും രണ്ടുപേർക്കും കാര്യം അറിയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച് നടക്കും. തർക്കിക്കുമ്പോഴാണ് ചിന്തിക്കാനുള്ള പ്രേരണ ബുദ്ധിയുള്ളവന് കിട്ടുന്നത്. അപ്പം ഒന്നും വേണ്ടാതെയല്ല, എല്ലാം വേണ്ടിയിട്ട് തന്നെയാണ്. എല്ലാ ജീവികൾക്കുമുള്ള ജീവിതമാർഗം തീർക്കുന്നതും അവനാണ്. എല്ലാ ജീവികളെ എങ്ങനെ പോകണമെന്ന് തീർക്കുന്നതും അവൻ തന്നെയാണ്. അവൻ തന്നെയാണ് എന്തുണ്ടാക്കുന്നത്. യുക്തിവാദികളെ സൃഷ്ടിച്ചിട്ട് ഇങ്ങനെ നിരീശ്വരവാദികളെ സൃഷ്ടിച്ചിട്ട് ഇല്ല ഇല്ല എന്ന് പറയുന്നത്. മറ്റവരെ കൊണ്ട് ഉണ്ട് എന്ന് പറയും. ഒരു തർക്കം നടക്കും. അപ്പോൾ അവിടെ കിടന്നിട്ട് വേറവൻ ചിന്തിച്ചിട്ട് സത്യം കണ്ടെത്തും. കോടതിയിൽ അത് തന്നെയാണ്, നിയമസഭയിൽ അതാണ്. ഭരണപക്ഷം എന്ന് പറയും, പ്രതിപക്ഷം നേരെ ഇതിന് പറയും. തർക്കിച്ച് പിന്നെ സത്യത്തിലേക്ക് എത്തും. അപ്പം ജീവിതമാർഗം തീർക്കുന്നത് അവനാണ്. അതായത് ദുര്യോധനനെ സൃഷ്ടിച്ചതും ദുര്യോധനെ കൊണ്ട് അത്ര കാലം ഭരിപ്പിച്ചതും അവരെ തന്നെയാണ്, കൃഷ്ണൻ തന്നെയാണ്. അതിന് ശേഷം അടിച്ചു കളഞ്ഞത് പാണ്ഡവരെ. അപ്പം പാണ്ഡവരെല്ലാം കാട്ടിക്കിടന്ന് നട്ടം തിരിയാണ്. ഈശ്വരൻ തിരിഞ്ഞു നോക്കിയിട്ടൊന്നുമില്ല. എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് വന്ന് വല്ല വസ്ത്രമോ എല്ലാം ചുറ്റിക്കൊടുക്കും. എല്ലാത്ത സമയമൊന്നും തിരിഞ്ഞു നോക്കില്ല. പിന്നെ കാലം എത്തിയാലും ഈ പ്രപ്പവും കൂടിയിട്ട് അവന്മാരെ അടിച്ചില്ലാതൊക്കെ എല്ലാ ആ ശക്തി തന്നെ. ഈ ലോകത്തിലെ ഭൗതിക ക്രമങ്ങൾ അതിനാൽ വിഭാവനം ചെയ്യപ്പെട്ടിരിക്കും. ഈ ലോകത്തിലെ കാര്യങ്ങളിൽ എങ്ങനെ പോകണമെന്നല്ല, അതാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. അതുപോലെ പോവുകയുള്ളൂ. അതിനാൽ മനുഷ്യരെന്ത് വേണം? ആ ശക്തിയിൽ ദൃഢതയോടെ വിശ്വസിക്കണം. അതുകൊണ്ട് ഇങ്ങനെ ഒരു ശക്തി ഉണ്ട് എന്ന കാര്യം വിശ്വസിക്കുന്നവര് ദൃഢമായി വിശ്വസിക്കണം. ഒരല്പം ശങ്കയോടുകൂടി ഒന്നും വിശ്വസിക്കരുത്. അതിലേക്ക് എത്തിച്ചേരണമെങ്കിൽ അതിൽ ദൃഢമായ വിശ്വാസം വേണം. ഈ ജഗത്തിൻ്റെ സ്രഷ്ടാവും രക്ഷിതാവുമാണ് അവൻ. ഈ പ്രപഞ്ച സൃഷ്ടിക്ക് പിന്നിൽ പ്രവർത്തിച്ച, ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള നിയമങ്ങളെല്ലാം ഉണ്ടാക്കിയ ഒരു ശക്തി വിശേഷമുണ്ട്. ആ ശക്തി വിശേഷമാണ് അവൻ. അത് എല്ലാവർക്കും ആനന്ദം പ്രദാനം ചെയ്യുന്നു. അതാണ് പരമാനന്ദം പ്രദാനം ചെയ്യുന്ന ശക്തി വിശേഷം. കാരണം അത് ആനന്ദമയനാണ്. ആ ഏകമാത്രനല്ലാതെ മറ്റാർക്കും ആനന്ദം നൽകാൻ അവൻ ഏകമാത്രനാണ്. ഈശ്വരൻ ഏകനാണ്. അനേക ഈശ്വരന്മാരൊന്നും ഇല്ല. ഈശ്വരൻ ഏകനാണ്. പിന്നെയോ ആ പരബ്രഹ്മത്തെ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവർ ഒരിക്കലും കാണാനാവാത്ത, അതിന് ഒരിക്കലും കാണാൻ പറ്റില്ല. ചിലവരല്ലേ ഈശ്വരൻ, ഞാൻ ഈശ്വരനാണ്, ഈശ്വരൻ്റെ വക്താവാണെന്നെല്ലാം പറഞ്ഞു കിടക്കുന്നുണ്ട്. അതെല്ലാം ചുമ്മാ പറയുന്നു. അതിനെ ഒരിക്കലും ആർക്കും കാണാൻ പറ്റാത്ത ചിലവർ പറയും, ഞാൻ ഈശ്വരൻ്റെ അടുത്തെല്ലാം പോയി വന്നിട്ടുണ്ട്, അവിടെ പോയിട്ട് കുറേ ആവശ്യങ്ങളെല്ലാം ചോദിച്ച് ഇങ്ങ് വന്നിട്ടുണ്ട്. ഇതെല്ലാം ചുമ്മാ അടിച്ചു വിട്ടിരിക്കുകയാണ് ഓരോ ആൾ. അതെല്ലാം സ്മൃതികളാണ്. ആ ഈശ്വരനെ ഒരിക്കലും കാണാനാവില്ല. കാരണം അതിന് രൂപവും ഭാവമില്ലാതെ ആ സംഗീതത്തിനെ എങ്ങനെയാ കാണുക? അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഇലക്ട്രോൺ പ്രോട്ടോൺ ഉണ്ടായിരിക്കുന്ന സംഗതി എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റാത്ത ഒരു സംഗതി എന്നാണ് ഉണ്ടായിരിക്കുന്നത്. അത്രയേ ഉള്ളൂ. അതിനെ പിന്നെ എങ്ങനെയാ കാണാൻ പറ്റുന്നു? അതിനെ വിവരിക്കുവാനും ആർക്കില്ല. ആർക്കും അതിനെ വിവരിച്ചു തരാൻ പറ്റില്ല. അതിങ്ങനെയാണ്, വളഞ്ഞതാണ്, നീണ്ടതാണെന്നൊന്നും പറയാം. അതിൻ്റെ രൂപം വിവരിക്കേണ്ടിക്കരുത് വേണം. നമ്മളിപ്പം പുസ്തകം എന്ന് പറഞ്ഞാൽ അതിന് ഇത്ര നീളമുണ്ട്, ഇത്ര വീതി ഉണ്ട് എന്നെല്ലാം പറയാം. ഇതിന് നീളമില്ല, വീതിയില്ല, പിന്നെ എങ്ങനെയാ പറയുക? ചക്ക പോലെയാണെന്ന് പറയാൻ പറ്റാതെ ചക്ക പോലെയാണ്. അല്ല, അതിനെ ആരും കണ്ടിട്ടുമില്ല. പിന്നെ എങ്ങനെ അതിനെപ്പറ്റി വിവരിക്കുക? വിവരിക്കാനും പറ്റൂല. പിന്നെയോ
അതിനാരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. ചില ഗ്രന്ഥങ്ങളിലെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്, അത് ഇന്ന കുറേ ആൾക്കാരെ വിട്ട് പ്രവാചകന്മാരെന്ന് എന്തല്ലോ പറയും, അവരിലൂടെയാണ് അത് കാര്യങ്ങൾ ജനങ്ങളെ ബോധിപ്പിക്കുന്നത്. അതിന് ആരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. കാരണം അത് തന്നെയാണ് എല്ലാമായിട്ട് വന്നിരിക്കുന്നത്. പിന്നെ വേറെ ആൾ ആവശ്യം അതിൻ്റെ ഇടയ്ക്ക് ഉപയോഗിക്കേണ്ട കാര്യം എന്താണ്? അത് തന്നെയാണ് എല്ലാവരുമായിട്ട് വന്നിരിക്കുന്നത്. പിന്നെ അതിന് വേറൊരാളെ കൂട്ടുപിടിച്ചിട്ട് ഈ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഇടനിലക്കാരൻ, ദൈവത്തിൻ്റെ വക്താവ്, അങ്ങനെയെല്ലാം പറയുന്ന ഒരു വക്താവിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് തന്നെയാണ് ഞാനും. പിന്നെ എൻ്റെ ആ ബ്രഹ്മം തന്നെയാണ് ഞാൻ. ഇതിൻ്റെ ഇടയ്ക്ക് പിന്നെ വേറെ തന്നെ വക്താവിൻ്റെ ആവശ്യം എന്തിനാണ്? ഒരാളെ ആവശ്യമില്ല. അങ്ങനെയല്ല ആരെങ്കിലും പറഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ ഞാൻ മറ്റേതാണ് ദൈവത്തിൻ്റെ ആളാന്നെല്ലാം പറഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ അതൊന്നും ഈ സനാതന ധർമ്മം അംഗീകരിക്കുന്നില്ല. ശരീരരഹിതനാണ്. അതിന് ഒരിക്കലും ഒരു ശരീരവും ഇല്ല. അത് വന്നത് ഞാനായിട്ട് വന്നിട്ടുണ്ട്, പ്രപഞ്ചമായി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ തന്നെയാണ് വലിയ. എനിക്ക് ഏറ്റവും അധികം ബ്രഹ്മത്തെ കണ്ടിട്ട് എന്നെ തന്നെ നോക്കിയാൽ മതി, കണ്ണാടിയിൽ നോക്കിയാൽ മതി. അതാണ് നാരായണ ഗുരുസ്വാമി എടുത്തിട്ട് കണ്ണാടി കൊടുത്തില്ല, നീ കണ്ണാടിയിൽ നോക്കിയാൽ മതി. നീ തന്നെ കണ്ണാടിയെ കാണുന്നുള്ള കണ്ണാടിയും ബ്രഹ്മം തന്നെ. എങ്ങനെ വേണ്ടിക്കും എടുക്കാം. ആ പരമാത്മാവിൽ നിർഭയനായി സ്ഥിതി ചെയ്യും. അങ്ങനെ ചിന്തിക്കുന്നവൻ ഇത്തരമുള്ള പരമാത്മാവിൽ, അതിന് രൂപവും ഭാവവും ഒന്നും ഇല്ലാത്ത ആ പരമാത്മാവിൽ നിർഭയനായി സ്ഥിതി ചെയ്യും. അതിൽ വിശ്വാസം അർപ്പിക്കുന്നതിന് പിന്നെ ഭയമില്ല. എന്തുകൊണ്ടാണ് ഭയമില്ലാത്തത്? എന്നെ കൊണ്ടുപോകുന്നത് അതാണ്. എവിടെ കൊണ്ടുപോകണമെന്ന് അതിനറിയാം. പിന്നെ ഞാൻ എന്തിനാ ഭയക്കുന്നത്? ഒരു പ്ലെയിനിൽ കയറുമ്പോൾ നമുക്ക് ഭയമില്ല. എന്തുകൊണ്ട്? അങ്ങനെ കൊണ്ടുപോയിക്കണം. വേണ്ടെടുത്ത് നമ്മൾ എവിടെ എത്തിക്കേണ്ടതെന്ന് വെച്ചാൽ അവിടെ എത്തിച്ചോളൂ. അല്ലാതെ അയാൾ ഓടിക്കുന്നതനുസരിച്ച് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമോ? ഇവൻ ശരിക്കാണോ ഓടിക്കുന്നത്, എവിടെയും വിടുമോ എന്നല്ല നോക്കുന്നുണ്ട്. നമ്മളൊന്നുമില്ല, നമ്മളെ കാര്യം നോക്കി കിടന്നുറങ്ങും സുഖമായിട്ട്. അതുകൊണ്ട് അതുപോലെ തന്നെ ഉള്ളിൽ കിടന്ന് അതാണ് ഓർമ്മിക്കുന്നത്. അത് തന്നെയാണ് ഞാനെങ്കിലും. പിന്നെ ഞാനെന്തിനാ ഭയക്കുന്ന? ഈ ജ്ഞാനം തികഞ്ഞു കഴിഞ്ഞാൽ നമുക്കെന്തില്ല, ഭയമില്ല. ഒരു ചുക്കുമില്ല. ഇവിടെ എന്ത് നടന്നു കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ല. അത് കാട്ടിക്കൂട്ടുന്നതാണ്. ചിലപ്പോൾ എന്തെങ്കിലും ഇടിച്ച് പൊളിച്ചാലും ചെയ്തു വെച്ചിരിക്കും. ഇടിക്കുകയോ പൊളിക്കുകയോ തെയ്യോ എന്തോ ചെയ്തോട്ട് എനിക്കൊരു പ്രശ്നമില്ല. എന്നെ എത്തിക്കേണ്ടടുത്ത് അത് എത്തിക്കും. എന്നേക്കുമായി അവനെന്തിൽ നിന്നോ ആ ഭയത്തിൽ നിന്നും ശോകത്തിൽ നിന്നും മുക്തമാണ്. എന്തിനാ ശോകപ്പെടുന്നത്? അത് ചെയ്യുന്നതാണ്. എന്നെ ഒരു കള്ളനായിട്ട് സൃഷ്ടിച്ചിട്ട് കള്ളത്തരെല്ലാം ജയിപ്പിക്കുന്നുണ്ടെങ്കിൽ, ജയിലിൽ കിടക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം. ഞാൻ അഭിനയിച്ച് തീർക്കേണ്ട റോളാണ്. ഞാനൊരു നാടകത്തിലെ പോലെ അഭിനയിക്കുകയാണ്. അത് തീരുമാനിച്ചിട്ട് അങ്ങനെ പോവുകയാണ്. അപ്പം ജയിലിൽ കിടക്കുമ്പോൾ ഇപ്പം നമ്മളിപ്പോൾ ഒരു കള്ളൻ ജയിലിൽ കിടക്കുന്ന റോൾ അഭിനയിക്കുകയാണെങ്കിൽ നമുക്ക് ആ ജയിലിൽ കിടക്കുമ്പോൾ നമുക്ക് നല്ല സുഖമായിരിക്കും. കാരണം എന്നെ കൊണ്ട് അഭിനയിപ്പിക്കുകയാണ്. ഇതുപോലെ തന്നെ ആയിട്ട് അങ്ങ് ചിന്തിക്കും. അതാണ് ഉള്ളിൽ കിടന്നിട്ട് അത് തന്നെയാണ് ജയിലിൽ കിടക്കുന്നത്, ഞാനല്ല. പിന്നെ എനിക്കെന്താ പ്രശ്നം? അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തും. നമുക്കൊന്നും അങ്ങനെ ചിന്തിക്കാനൊന്നും പറ്റില്ല. ആർക്ക് പറ്റും? ആ അവസ്ഥയിലേക്ക് ചിന്ത ഉയർന്നവൻ. ഇനിയോ ഈ ജീവാത്മാവ് പരമാത്മാവിൽ നിന്നും എത്ര കാലം അങ്ങനെ അതിനെ സ്മരിക്കാതെ ഇരിക്കുന്നുവോ? നമ്മളെ ജീവാത്മാവ് എന്നാണ് ഈ ഞാനെന്ന ചിന്തയുണ്ടാക്കുന്നതാണ് ജീവാത്മാവ്. ആ ജീവാത്മാവ് ഉള്ളിൽ കിടക്കുന്ന പരമാത്മാവുമായിട്ട് ചേരാതെ, അതിനെ ഓർക്കാതെ, അതായത് ഞാൻ എൻ്റേത് എന്ന ചിന്ത കൊണ്ട് ഈ ലോകത്തിൽ എത്രമാത്രം കാലം ജീവിക്കുന്നുവോ അതുവരെ അവൻ്റെ ഭയം തീരില്ല. അവനെപ്പോഴും ഭയന്നിട്ടാണ് കഴിയുന്നത്. മനുഷ്യൻ നമ്മളെല്ലാം ഭയന്നിട്ടാണ് കഴിയുന്നത്. കാരണം നാളെ എന്ത് സംഭവിക്കും എന്നുള്ള ഭയം. അതാണ് കൊണ്ടുപോകുന്നത്. തീരുമാനിച്ചിട്ടുണ്ടെന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുമെങ്കിൽ പിന്നെ നമുക്ക് ഭയം ഉണ്ടാവില്ല. നമുക്കൊരു 100 വയസ്സ് ആയുസുണ്ടെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. അത് എങ്കിൽ നമ്മളെ തല്ലിക്കൊന്നാലും നമ്മളെന്താവില്ല, ചാവില്ല. കാരണം അത് ജീവിപ്പിക്കും. കാരണം എന്നെ കൊണ്ട് 100 വർഷം ജോലി ചെയ്യിപ്പിക്കാനുണ്ട്. അപ്പോൾ എന്നെ 100 വർഷം കൊണ്ട് തന്നെ ജീവിപ്പിക്കും. യൂട്യൂബ് എത്ര കാലം ഓടിപ്പിക്കണം എന്ന് അതിന് തോന്നിയാണെങ്കിൽ അത്ര കാലം എന്നെ ജീവിപ്പിച്ചല്ലേ പറ്റൂ.
എല്ലാം പറഞ്ഞ് തീരണം എന്നാണ് അത് തീരുമാനിച്ചിട്ട് ഇവനെല്ലാം കിടന്നിട്ട് പറയട്ടെ എന്നാണ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത്ര കാലം എന്നെ ജീവിപ്പിച്ചല്ലേ പറ്റുമോ? എന്നെ ആർക്കൊന്നും തല്ലിക്കൊല്ലാൻ പറ്റുമോ? പറ്റൂല. അപ്പോൾ നമുക്കെന്തില്ല, ഭയമില്ല. എല്ലാത്തിടത്തോളം കാലം അയ്യോ ഇത് നാളെ എനിക്ക് എങ്ങനെ ഇടാൻ പറ്റുക, മറ്റന്നാൾ ഇടാൻ പറ്റും, ഇങ്ങനെയെല്ലാം ചിന്തയായിരിക്കും മനസ്സിൽ. നാളെ ഇടാൻ പറ്റുമോ, മറ്റന്നാൾ ഇടാൻ പറ്റുമോ? നേരെ മറ്റേ അത് തീരുമാനിച്ചവന് പോവുകയാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ്? എനിക്ക് തോന്നുമ്പോൾ എടുത്തിടും, വേണ്ടാതപ്പോൾ ഇടാതിരിക്കും, അങ്ങനെ അങ്ങ് പോവും. അത് തീരുമാനിക്കുന്ന പോലെ. അതുവരെ ജനന മരണ ചക്രത്തിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റില്ല. കാരണം ഈ ജന്മത്തിൽ തീർന്നിട്ടില്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ തീർത്തിട്ടായിരിക്കും ബാക്കി പറയിപ്പിക്കുന്നത്. പറയാൻ പറ്റില്ല. അത് തീരുമാനിക്കുന്നവര് നീ ഈ ജന്മത്തിൽ ഇത്ര പോഷം പറഞ്ഞാൽ മതി, ഇനി അടുത്ത ജന്മത്തിൽ ബാക്കി നീ പറഞ്ഞോ എന്ന് പറയുകയാണെങ്കിൽ, അല്ലെ നീ വേണ്ട വേറെ ആരാണെന്ന് പറഞ്ഞോളെന്ന് വെച്ചിരിക്കണമെങ്കിൽ അതുപോലെ പോയി നടക്കും. പക്ഷെ എനിക്ക് തീരെ ചെയ്യേണ്ട ജോലി ഉണ്ടെങ്കിൽ ജനന മരണത്തിൽപ്പെട്ട് അങ്ങനെ പോകും. ഒരാൾ വിദ്വാനോ, ഒരാൾ സ്വയം വിദ്വാനോ ശാസ്ത്രജ്ഞനോ ജ്ഞാനിയോ ആകുന്നില്ല. ഒരാളും സ്വയം വിദ്വാനോ ശാസ്ത്രജ്ഞനോ ജ്ഞാനിയോ ആകുന്നില്ല. കാരണം ആ പരമേശ്വരൻ എല്ലാവരുടെ മേലും ഭരണം നടത്തുന്നു. ആ പരമേശ്വരനാണ് എന്നെ കൊണ്ട് ഭരണം നടത്തിപ്പിക്കുന്നത്, എന്നെ ഭരിക്കുകയാണ്. നീ പോയിട്ട് അത് അപ്ലോഡ് ചെയ്യുമെന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ എന്തെല്ലോ തോന്നിപ്പിക്കും. അത് തോന്നിക്കുന്ന ഞാൻ ഇവിടെ കിടന്നിട്ട് പറയും. അത് രണ്ടു തരത്തിൽ തോന്നിപ്പിക്കുന്നുണ്ട്. കാരണം എല്ലാം ദ്വയമായിട്ടാണ് ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്, എല്ലാം ദ്വയമാണ്. അവിടെ ചിലപ്പോൾ എന്നെ കൊണ്ട് മണ്ടത്തരവും പറയിപ്പിക്കും, വേറെ ആളെ കൊണ്ട് നല്ലയും പറയിപ്പിക്കും. ചിലപ്പോൾ എന്നെ കൊണ്ട് നല്ല പറയിപ്പിക്കും, വേറെ ആളെ കൊണ്ട് മണ്ടത്തരം അതിനൊന്ന് നിഷേധിപ്പിക്കുകയും ചെയ്യും. അതെല്ലാം അത് തീരുമാനിക്കുന്നതാണ്. അതെന്തിനു വേണ്ടിയിട്ടാണ്? തർക്കത്തിന് വേണ്ടിയാണ്. ഒരു തർക്കം ഉണ്ടാകുമ്പോഴാണ് ബാക്കിയുള്ളവർ ശ്രദ്ധിക്കുന്നത്. തർക്കമില്ലെങ്കിൽ എന്താണ് കുഴപ്പം? ആരും ശ്രദ്ധിക്കില്ല. ഒരു തർക്കം വന്നെന്ന് വെച്ചാൽ പ്രമോദ് അവിടെ കിടന്നിട്ട് ഇങ്ങനെയെല്ലാം പറയുന്നത് അത് കിട്ടാൻ പറ്റില്ല. ഒരു തർക്കം വരുമ്പോൾ അത് വിവാദമാവും. വിവാദമാകുമ്പോൾ ആരാണ്? ലോകം മുഴുവൻ എന്താകുന്ന ശ്രദ്ധിക്കുന്ന. തർക്കമിലേക്ക് അങ്ങനെ കിടക്കും. പക്ഷെ ഒരു വിവാദമാകുമ്പോൾ ഒരു വേർത്തനെ കൊണ്ട് തർക്കിപ്പിക്കുമ്പോഴാണ് അതും ആ ശക്തി തന്നെ ചെയ്യുന്നത്. അപ്പം എൻ്റെത് പ്രചരണം അങ്ങ് എല്ലായിടത്തും എത്തണ്ടെങ്കിൽ വേറൊരു കക്ഷീനെ കൊണ്ട് ദീപിക്കും, തർക്കിക്കുമ്പോൾ നാലാൾ ശ്രദ്ധിക്കും, എന്താ അവിടെ ഒരു വലിയ തർക്കം. ആ ശക്തിയുടെ കളിന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്, ഒന്നും പറയാൻ പറ്റില്ല. ചില നിസ്സാര കാര്യങ്ങൾ തർക്കത്തിൻ്റെ പേരിലല്ല ഇങ്ങനെ നാട്ടിൽ എത്ര വേഗം ഫേമസ് ആകുന്നത്. ചില വ്യക്തികളുണ്ട് വളരെ ഫേമസ് ആണ്, എന്തെങ്കിലും മണ്ടത്തരം വിളിച്ചു പറയും, പിന്നെ തർക്കമായി, പിന്നെ അയാൾ ഫേമസ് ആയി. നാട്ടിലാർക്ക് അയാൾ ഒരു സുപ്രഭാതത്തിൽ അയാളൊന്ന് പറയും, വേറെ ബാക്കി എല്ലാവരും കൂടി അതിനെ എതിർക്കാൻ നിൽക്കും, പിന്നെ ഫേമസ് ആവുകയാണ്. ആരും എതിർത്തിട്ടില്ലെങ്കിലോ അയാൾ പറഞ്ഞ അവിടെ കിടക്കും. അതുകൊണ്ട് ആ പരമേശ്വരൻ എല്ലാവരുടെ മേലും ഭരണം നടത്തുന്നു. അദ്ദേഹത്തിൻ്റെ ഭരണശക്തിയാൽ ലോകത്തിലെ എല്ലാ വ്യവസ്ഥകളും നിയമങ്ങളും പരിപാലിക്കപ്പെടുന്നു. ഇവിടെ എല്ലാ നിയമം ഉണ്ടാക്കുന്നതും പരിപാലിക്കുന്നതും എല്ലാം അദ്ദേഹം തന്നെയാണ്. ദുര്യോധനൻ്റെ നിയമം കുറച്ചു കാലം ഉണ്ടാക്കി, അത് പൊളിച്ചു. ആദ്യം അദ്ദേഹം ഗോത്രകാലഘട്ടം ഉണ്ടാക്കി. ഗോത്രകാലഘട്ടത്തിൽ ലോകം പുരോഗമിച്ചത് അടിമ വ്യവസ്ഥ, കുറേ അടിമകളെല്ലാം ഉണ്ടാക്കിയിട്ടാണ് അന്ന് ലോകം പുരോഗമിച്ചിട്ടുണ്ട്. അതിന് ലോകം പുരോഗമിക്കേ വേണ്ടു. അപ്പോൾ അടിമ വ്യവസ്ഥിതിയെല്ലാം കണ്ടു. പിന്നെ അന്നേരം തോന്നി അയ്യ ശരിയായില്ല, അടിമകൾ ആകെ കഷ്ടപ്പെടുകയാണ്. പിന്നെ അവനെ തട്ടി, ആ വ്യവസ്ഥിതി കൊണ്ടു നടന്നവനെ തട്ടി, ഒന്നാം ലോക മഹായുദ്ധം. എന്നിട്ടാണ് പിന്നെ കൊളോണിയൽ വിദേശികൾ വരട്ടെ, അവരെ ജ്ഞാനം ഇങ്ങോട്ടേക്ക് വരട്ടെ. അപ്പോൾ അവർ ചാടിപ്പിടിച്ച് വന്ന് ഞാനല്ല ഇവിടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം എല്ലാം സ്ഥാപിച്ച് കുറേ കാലം കഴിയുമ്പോൾ കൊളോണിയൽ സ്ഥാപിച്ചതും ആ ശക്തിയാണ്. കുറേ കാലം കഴിഞ്ഞ് രാവണൻ വന്നിട്ട് അങ്ങനെ ഭരിക്കണ്ട, അവനിവിടെ കുറച്ച് കടന്നുപോയി, പിന്നെ അവനെ തട്ടി രണ്ടാം ലോക മഹായുദ്ധം. പക്ഷേ എന്നാലും എന്ത് പറ്റിയിട്ടുണ്ട്? കാലത്തിനൊന്നും സംഭവിച്ചിട്ടുണ്ട്, ലോകം പുരോഗമിച്ചിട്ടുണ്ട്. പിന്നെയാണ് നമ്മളെ ഇന്നത്തെ വ്യവസ്ഥിതി. എന്നിട്ടിപ്പം മഹാഭാരത യുദ്ധം, മൂന്നാം ലോക മഹായുദ്ധത്തിൻ്റെ നടുവിൽ പിടിച്ചിട്ടിരിക്കുകയാണ്.
രണ്ട് ഇപ്പുറത്തെ പക്ഷത്ത് ഉണ്ടാക്കിയതും അത് തന്നെ, അപ്പുറത്തെ പക്ഷത്ത് നിൽക്കുന്നതും അത് തന്നെ. ഇനി അടുപ്പിച്ചിട്ട് മൂന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം ഒരു ലോകത്തിലേക്ക് എത്തിക്കും വസുദേവ കുടുംബം. അത് നമ്മൾ കാണാൻ പോവുകയാണ്. അപ്പോൾ എല്ലാ വ്യവസ്ഥിതി ഉണ്ടാക്കുന്നതും പൊളിക്കുന്നതും എല്ലാം അദ്ദേഹം തന്നെയാണ്. നമ്മളതിൻ്റെ ഇടക്ക് കിടന്നിട്ട് അജ്ഞാനികളായ നമ്മളെ കൊണ്ട് അത് കഷ്ടപ്പെടുത്തുകയാണ്. ദുഃഖമാണ് ഫലം, ദുഃഖമാണ് ഉണ്ണി എന്തോന്ന് ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ അവിടെ നമുക്ക് ഈ 7ാമത്തെ കഴിയുകയാണ്. അനുവാദം 7 കഴിഞ്ഞു.